അവർക്ക് സർഗ്ഗശേഷിയില്ലാന്നോ അവർക്ക് പ്രതിഭയില്ലാന്നോ അവർക്ക് സിനിമ എടുക്കാൻ പറ്റില്ല ഒന്നും അദ്ദേഹം പറഞ്ഞില്ല. ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിയായും കൃത്യമായും ചെയ്യണമെങ്കിൽ നമുക്കൊരു പരിശീലനം ആവശ്യമാണ്. ഇതിലിപ്പോൾ ദളിതർക്കും അല്ലെങ്കിൽ പിന്നോക്കം നിൽക്കുന്നവർക്കും വനിതകൾക്കും കൊടുക്കണ്ട എന്നല്ല അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. ഈ കോടിക്കണക്കിന് രൂപ നഷ്ടമുണ്ടാക്കുന്ന സിനിമാ വ്യവസായം എന്ന് പറയുന്നത് പലപ്പോഴും ഈ സാങ്കേതികമായ അജ്ഞതയും അതിന് മാർക്കറ്റിംഗ് തന്ത്രങ്ങളുടെ അറിവില്ലായ്മയൊക്കെയാണ്. വലിയ മറ്റു ചില സംവിധായകരുണ്ട്, ദളിത് സംവിധായകരാന്ന് കൂട്ടിക്കോ. ഇവർ പടത്തിലൊക്കെ അഭിനയിക്കുന്നത് സവർണരാണ്. അവരെന്തുകൊണ്ടൊരു ദളിത് നായകനാക്കുന്നില്ല? അവർ നായകനാക്കുന്നത് മുഴുവൻ സവർണരെയാണ്. കോൺട്രിബ്യൂഷൻ വേറെ, ജീവിച്ചിരിക്കുന്ന സൊസൈറ്റിയിൽ അയാൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് പ്രശ്നം. സിനിമാ കോൺക്ലേവിൽ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ വാക്കുകൾ വിവാദമാകുമ്പോൾ സിനിമയിൽ നിന്ന് തന്നെ അടൂരിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള പ്രസ്താവനകളും വിമർശനങ്ങളും ഒക്കെ വരുന്നുണ്ട്. എങ്ങനെയാണ് ആ പ്രസ്താവനയെ കാണുന്നത്? കോൺക്ലേവിലെ അടൂരിൻ്റെ പ്രസംഗത്തെ എങ്ങനെ കാണുന്നു? അല്ല, ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ്റെ പ്രസംഗത്തിൽ വന്ന ഒരു പരാമർശമാണല്ലോ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അദ്ദേഹം പറഞ്ഞതിൻ്റെ വസ്തുത എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് ആൾക്കാർ പ്രതികരിച്ചത്. ചില മുൻവിധികളോടുകൂടെ അടൂർ ഗോപാലകൃഷ്ണൻ അത്ര വലിയ ആളാണോ, അത്ര വലിയ സിനിമാക്കാരനാണോ, ഞങ്ങളും സിനിമാക്കാരല്ലേ, അദ്ദേഹത്തിന് മാത്രമാണല്ലോ ലോക പ്രശസ്തി, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു വിഭാഗം ഉണ്ടെന്ന് കൂട്ടിക്കോ, നമുക്കൊക്കെ മനസ്സിലാവും. അപ്പോൾ കിട്ടിയ ചാൻസിൽ അയാളെ ആക്രമിക്കുക എന്നുള്ളതാണ് ഞാൻ കുറേ കാലമായിട്ട് ശ്രദ്ധിക്കുന്നൊരു കാര്യം. അപ്പോൾ അതിൽ ഈ കോൺക്ലേവിൽ സംഭവിച്ചത് അദ്ദേഹം പറഞ്ഞത് എന്താണ്, അതായത് സർക്കാർ പണം കൊടുക്കേണ്ട എന്നല്ല, 1.5 കോടി രൂപയല്ല, അതിലധികം കൊടുക്കണം. എന്ന് വെച്ചാൽ 50 ലക്ഷം വെച്ച് നിരവധി ആൾക്കാർക്ക് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അവർക്ക് സർഗ്ഗശേഷിയില്ലാന്നോ അവർക്ക് പ്രതിഭയില്ലാന്നോ അവർക്ക് സിനിമ എടുക്കാൻ പറ്റില്ല ഒന്നും അദ്ദേഹം പറഞ്ഞില്ല. ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിയായും കൃത്യമായും ചെയ്യണമെങ്കിൽ നമുക്കൊരു പരിശീലനം ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ ജേർണലിസ്റ്റ് ട്രെയിനിങ് ആയിട്ട് കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ, എന്നിട്ടല്ലേ ഈ ജേർണലിസ്റ്റ് എന്നുള്ള ഉപായത്തിലേക്ക് വരുന്നത്. എല്ലാ ജോലിയും എങ്ങനെയാണ്? ഡ്രൈവിംഗ് അറിയാത്ത ഒരാൾക്ക് KSRTCയിൽ പണി കൊടുക്കുമോ? KSRTC ഡ്രൈവിംഗ് ടെസ്റ്റ് അവർക്കൊരു ട്രെയിനിങ് ഉണ്ട്. ഏതും ഇപ്പോൾ തെങ്ങ് കയറ്റ തൊഴിലാളി എന്ന് പറഞ്ഞാൽ ഓടിച്ചത് തെങ്ങ് കയറാൻ പറ്റില്ല, അയാൾ കുറേ കാലം പ്രാക്ടീസ് ചെയ്യണം. അതേ ഇതിന് അർത്ഥമാക്കേണ്ടതുള്ളൂ. അപ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ ഒരുപാട് സാങ്കേതികത ആവശ്യപ്പെടുന്ന ഒരു വ്യവസായമാണത്. ഈ വ്യവസായമാണത്, ആർട്ട് മാത്രമല്ല, വ്യവസായം കൂടിയാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പണം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പണമാണ്, നികുതിപ്പണമാണ്. ഈ നികുതിപ്പണം ഇപ്പോൾ 7.5 കോടി രൂപയോട് ചിലവഴിച്ചു. എന്നിട്ട് ആകെ തിരിച്ചു വന്നത്, ചിരിക്കരുത്, 13 ലക്ഷം റുപ്യയാണ്. അപ്പോൾ ആലോചിച്ച് നോക്ക്, ബാക്കി പണം നഷ്ടമാണ്. നമുക്ക് ഗവൺമെൻറ്റിന് തിയേറ്ററുകൾ ഉണ്ടായിട്ട് പോലും നമുക്ക് കാണിക്കാൻ തയ്യാറായിട്ട് പോലും കാണാൻ ആളില്ല എന്നുള്ളത് ആ സിനിമയുടെ ഒരു ദുരവസ്ഥയാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ലാതിരിക്കാൻ, അങ്ങനെ ഒരു അവസ്ഥ ഇല്ലാതിരിക്കാനാണ് ട്രെയിനിങ് കൊടുക്കണമെന്ന് പറഞ്ഞത്. അതിപ്പോൾ KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അവിടെ ട്രെയിനിങ് കൊടുക്കാം. അല്ലെങ്കിൽ മറ്റ് സമ്മർ ക്യാമ്പുകളിൽ പങ്കെടുക്കാം, അത് സംഘടിപ്പിക്കാം. ചരിത്ര വികസന കോർപ്പറേഷനെ സംഘടിപ്പിക്കാം. അതൊക്കെ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നാണ് എനിക്ക് ആ പ്രസംഗം കേട്ടപ്പോൾ മനസ്സിലായത്. ഇതിൽ 2 പ്രധാനപ്പെട്ട വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്നു. ഒന്ന്, ദളിതർക്കും സ്ത്രീകൾക്കും മാത്രം മതിയോ പരിശീലനം? സിനിമ എടുക്കാൻ ഇപ്പോൾ NFDCയുടെ പണം വെച്ച് അടൂർ ഗോപാലകൃഷ്ണൻ സിനിമ എടുത്തിട്ടുണ്ട്. ആ ഘട്ടത്തിൽ പരിശീലനമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഡോക്ടർ ബിജു എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പാണ്. അതുപോലെ തന്നെ ഈ സിനിമയ്ക്ക് പണം കൊടുക്കുന്ന ഒരിക്കലും ഒരു സ്ക്രീനിങ്ങും ഇല്ലാതല്ല, പലതരത്തിലുള്ള സ്ക്രീനിങ്ങുകളും പലതരത്തിലുള്ള ഇൻ്റർവ്യൂസും കഴിഞ്ഞ ശേഷമാണ് സിനിമ എടുക്കാൻ പണം കൊടുക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ദളിതനായതിൻ്റെയും പെൺകുട്ടിയായ സ്ത്രീകളായതിൻ്റെയും പേരിൽ പണം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അടൂർ ഗോപാലകൃഷ്ണൻ NFDCയുടെ പണം വാങ്ങി പടമെടുത്തത് 5ാമത്തെ പടം, 6ാമത്തെ പടമാണ്. അതിനു മുമ്പ് അദ്ദേഹം ചിത്രലേഖ ഫിലിം സൊസൈറ്റിയും അല്ലെങ്കിൽ ജനറൽ പിക്ചേഴ്സ് രവി ഇങ്ങനെയുള്ള ആൾക്കാരാണ് അതൊക്കെ പ്രൊഡ്യൂസറായിട്ടുണ്ടായിരുന്നത്. അതും ഇതായിട്ട് കമ്പയർ ചെയ്യണ്ട. അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചതിന് ശേഷമാണ് NFDC അയാൾക്ക് ഫണ്ട് കൊടുത്തത്. NFDC അദ്ദേഹത്തിന് മാത്രമല്ല, സിനിമ എടുക്കാൻ അറിയാത്ത ചിന്ത രവീന്ദ്രന് പൈസ കൊടുത്തിട്ടുണ്ട്. ഒരേ ഇതുപോലെ പക്ഷികൾ, അത് NFDC കൊടുത്തത് തന്നെയാണ്. അരവിന്ദന് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. സിനിമ എടുത്തവർക്കും എടുക്കാൻ അറിയാത്തവർക്കും എടുക്കാൻ അറിയുന്നവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അതും ഇതായിട്ട് കമ്പാരിസൺ ഇല്ല. ഇതിലിപ്പോൾ ദളിതർക്കും അല്ലെങ്കിൽ പിന്നോക്കം നിൽക്കുന്നവർക്കും വനിതകൾക്കും കൊടുക്കണ്ട എന്നല്ല അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചു അവർക്ക് മാത്രം മതിയോ പരിശീലനം എന്ന്. അവർക്ക് മാത്രം പോരാ പരിശീലനം. ഈ കോടിക്കണക്കിന് രൂപ നഷ്ടമുണ്ടാക്കുന്ന സിനിമാ വ്യവസായം എന്ന് പറയുന്നത് പലപ്പോഴും ഈ സാങ്കേതികമായ അജ്ഞതയും അതിന് മാർക്കറ്റിംഗ് തന്ത്രങ്ങളുടെ അറിവില്ലായ്മയൊക്കെയാണ്. അപ്പോൾ അവർക്കും ട്രെയിനിങ് വേണം. പക്ഷേ ഇത് സർക്കാരിൻ്റെ പണമായതുകൊണ്ട്, ഇപ്പോൾ ഒരു സ്വകാര്യ വ്യക്തി പണം കൊടുത്തിട്ട് സിനിമ എടുക്കുന്ന ഒരാൾ നിങ്ങളൊരു പടം എടുത്ത് എനിക്ക് ലാഭം തന്നാൽ മതി എന്നേ പറയുള്ളൂ, അല്ലേ? അയാൾക്ക് കണക്ക് കൊടുത്താൽ മതി. അയാൾ അത്രയും ഉത്തമ ബോധ്യത്തോടെയാണ് ഈ സംവിധായകനെ പൈസ ഏൽപ്പിക്കുന്നത്. ഇയാൾ പടമെടുത്ത് ഓടിക്കും, എനിക്ക് തിരിച്ചു തരും എന്നുള്ളതിൽ. സർക്കാർ അങ്ങനെയല്ല. സർക്കാർ നമുക്കറിയാം, ഈ കൊടുക്കുന്ന
കമ്മിറ്റികൾ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. കമ്മിറ്റികൾ, ഈ കമ്മിറ്റികളെ സ്വാധീനിക്കലും കമ്മിറ്റികൾ പിൻവാതിൽ വഴി നിയമനം നേടിയ ആൾക്കാരൊക്കെ ഉള്ളൊരു സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ആ കമ്മിറ്റി കൊടുക്കുന്ന അംഗീകാരത്തിന് വലിയ വിലയൊന്നും കൽപ്പിക്കേണ്ട ആവശ്യമില്ല. അതിനേക്കാൾ കഴിവുള്ളവർ പുറത്തുണ്ടാവും, അവർക്ക് പക്ഷേ ചില സ്വാധീനങ്ങളുണ്ടാവില്ല. പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാർ 3 മാസം ട്രെയിനിങ്ങിന് പോകുന്നതിന് എന്താ തല പോവോ? 3 മാസം ട്രെയിനിങ്ങിന് പോയാൽ നല്ലതല്ലേ? ദളിതരോടും സ്ത്രീകളോടുമുള്ള ഒരു അനാവശ്യ വർത്തമാനമൊന്നും പറയണ്ട. ദളിതരോടും സ്ത്രീകളോടുമുള്ള യാതൊരു വിദ്വേഷവും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലില്ല, നിങ്ങൾ ഉണ്ടാക്കും വേണ്ട. അദ്ദേഹത്തിനൊരു നായർ മേൽക്കോയ്മ മനോഭാവം ഉണ്ടെന്നുള്ള, അദ്ദേഹം ഒരു സവർണ ചിന്താഗതിക്കാരനാണ്, അതിങ്ങനെ പ്രായമാകുമ്പോൾ അത് പുറത്തു വരികയാണെന്നൊക്കെ പറഞ്ഞിട്ട് വിമർശനങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ അദ്ദേഹത്തിനോട് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് എങ്ങനെ തകർക്കാം, അദ്ദേഹത്തിനേക്കാൾ വലിയ ആൾക്കാർ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വലിയ മറ്റു ചില സംവിധായകരുണ്ട്, ദളിത് സംവിധായകരാന്ന് കൂട്ടിക്കോ. ഇവർ പടത്തിലൊക്കെ അഭിനയിക്കുന്നത് സവർണരാണ്. അവരെന്തുകൊണ്ടൊരു ദളിത് നായകനാക്കുന്നില്ല? അവർ നായകനാക്കുന്നത് മുഴുവൻ സവർണരെയാണ്. അപ്പോൾ അവരുടെ ഈ ലക്ഷ്യം പണമോ പ്രശസ്തിയോ തന്നെയാണ്. ഇത് തന്നെയാണ് പറഞ്ഞു വന്നത്. അടൂരിൻ്റെ പടത്തിൽ അല്ലെങ്കിൽ അടൂർ സിനിമ എടുക്കുന്നത് സവർണരെ മാത്രം വെച്ചിട്ടാണ് നിങ്ങൾ കാണരുത്. അങ്ങനെ ജാതീയമായൊരു വേർതിരിവ് എല്ലാത്തിലും കണ്ടെത്തുന്ന ഒരു വളരെ മോശം സിറ്റുവേഷനായി മാറിയിട്ടുണ്ട് കേരളം. ചോദ്യം, അന്ന് അവിടെ പ്രതിഷേധം ഉന്നയിച്ചത് പുഷ്പവതി എന്ന് പറയുന്ന ഒരു ഗായികയാണ്. ആ ഗായികയെ എനിക്ക് പുഷ്പവതി അറിയില്ല, അങ്ങനെ ഒരു എൻറ്റിറ്റി ഉണ്ടോ എന്നൊക്കെ അടൂർ ചോദിക്കുന്നൊരു ചോദ്യമൊക്കെ ഉണ്ടായി. അങ്ങനെ പുഷ്പവതി ചോദ്യം ചോദിച്ചതിനെ എതിർക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു? അല്ല, അത് അദ്ദേഹത്തിന് അറിയില്ല, അത് പുഷ്പവതിയെ അറിയില്ല. ഇപ്പം നമുക്ക് തന്നെ പല ആൾക്കാരെ അറിയില്ല. അറിയോ? ഞാൻ ഇപ്പോൾ 4 ആളെ പേര് ചോദിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പറയാൻ പറ്റിയത് വരും. അങ്ങനെ എല്ലാവരും അറിയണമെന്നില്ല. ചരിത്രത്തിൽ അങ്ങനെയാണ്, എല്ലാവരും അറിയണം. നമ്മളങ്ങനെ ധരിക്കും എന്നെല്ലാവരും അറിയുന്നൊക്കെ. പലരും അറിയില്ല. എന്നോടൊന്ന് ചോദിച്ചിട്ടുണ്ട് ആൾക്കാർ, ഒരു ഓട്ടോ ഡ്രൈവർ, നിങ്ങൾക്ക് എന്താ പണി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി പുഷ്പവതി ദുഃഖിക്കേണ്ട കാര്യമില്ല. പക്ഷേ അടൂർ ഈ പബ്ലിക് ഒരു സ്പേസിൽ ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റൊരാൾ എതിരഭിപ്രായം പ്രകടിപ്പിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. പ്രകടിപ്പിക്കുക, ഞാനൊക്കെ എത്രയോ വേദികളിൽ ഇടപെട്ടിട്ടുണ്ട്. സംസാരിക്കുമ്പോൾ തന്നെ ശരിയല്ല എന്ന് തോന്നി നമ്മൾ അപ്പം പറയും. ഇപ്പം നമ്മൾ നിയമസഭയിൽ തന്നെ എന്താ അല്ലേ, മന്ത്രിമാർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രതിപക്ഷം ഇടപെടൂലേ? ആ സ്പിരിറ്റിൽ കണ്ടാൽ മതി. അത് കാണാൻ പറ്റാത്ത അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ മാനസികമായ ഒരു എടുക്കണം എന്ന് പറയുന്നില്ല അർത്ഥം. കേസൊക്കെ എടുത്ത് എന്താവാനോട്? ആ കേസ് അതിലും വലിയ കാര്യങ്ങൾക്ക് ഇവിടെ എന്തൊക്കെ നടക്കുന്നു? ഇതാണോ ഇവിടുത്തെ വലിയ ഇഷ്യൂ? മാത്രമല്ല, അടൂരിനെ പോലെ ഒരാൾ മലയാള സിനിമയ്ക്ക് ഒരുപാട് സംഭാവന കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ അതെല്ലാം മറന്ന് വിമർശിക്കുന്നതിൽ ഒരു ശരികേടുണ്ടോ? അല്ല, സംഭാവന കൊടുക്കുന്നതും വിമർശിക്കുന്നതും രണ്ടാണ്. സംഭാവന കൊടുത്ത സ്ഥിതിക്ക് അദ്ദേഹത്തിന് നമ്മൾ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അല്ലെങ്കിൽ കോൺക്ലേവിന് വിളിക്കില്ലല്ലോ. ഇപ്പോൾ അടൂരിൻ്റെ തന്നെ മുഖാമുഖം എന്നുള്ള സിനിമ നീ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മുഖാമുഖം സിനിമ കമ്മ്യൂണിസത്തെ വിമർശിക്കുന്നൊരു സിനിമയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിമർശിക്കുന്ന സിനിമയാണ്. അതിന് ക്രൂരമായി ആക്രമിച്ച് നിലംപരിശാക്കിയ ആൾക്കാരാണ് ഇവിടുത്തെ ഇപ്പോൾ ഭരിക്കുന്ന ആൾക്കാർ. എന്നാൽ ഇപ്പോൾ പറയുന്ന സജി ചെറിയാൻ പോലും ആ സിനിമ കണ്ടിട്ടുണ്ടാവില്ല. മികച്ച സിനിമയാണത്, പക്ഷേ പാർട്ടിക്കാർക്ക് ഇഷ്ടമായില്ല. കാരണം പാർട്ടിയെ എതിർക്കുന്ന സിനിമയാണ്. ഇപ്പം അപ്പോൾ അതുകൊണ്ട് എന്തായി? എന്നിട്ടെന്താ, അടൂരിന് അവർ കൊണ്ടുവന്നു ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ പറഞ്ഞു. അദ്ദേഹം റിപ്പോർട്ട് തയ്യാറാക്കി, അത് പൂഴ്ത്തി വെച്ചു, അത് പുറത്തെടുത്തിട്ടില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് അടൂരിനോടുള്ള ആദരവ് നമുക്ക് കുറയുന്നില്ല. ഇത്രയും സിനിമകളെടുത്ത് ലോകപ്രശസ്ത മലയാള സിനിമേനെ ശരിക്ക് ഒരു ലോക സിനിമാ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ ആളാണ് അയാൾ. എന്ന് വെച്ചിട്ട് അയാൾ തെറ്റ് ചെയ്താൽ അത് തെറ്റല്ല എന്ന് പറയുന്ന ആളല്ല. അദ്ദേഹം ചെയ്ത കാര്യങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ്. സംഭാവന വേറെ. അങ്ങനെ ഒരുപാട് ലോക ചരിത്രത്തിൽ, സിനിമാ ചരിത്രത്തിൽ തന്നെ ഒരുപാട്, പൊളാൻസ്കി എന്നൊക്കെ പറഞ്ഞൊരു ഒരു സംവിധായകനുണ്ട്, പിയാനോ ഉഗ്രൻ സിനിമകൾ എടുത്ത മനുഷ്യനാണ്, ലോക ക്ലാസിക്കൽ എടുത്ത ആളാണ്. അയാളുടെ പേരിൽ ലൈംഗിക ആരോപണ കുറ്റം കൊണ്ട് അയാൾ ഒളിവിലും ഒക്കെ പോയ ആളാണ്. അങ്ങനെ പീഡകരും പീഡിതരും ഒക്കെ ഉണ്ട്. പക്ഷേ കോൺട്രിബ്യൂഷൻ വേറെ. ജീവിച്ചിരിക്കുന്ന സൊസൈറ്റിയിൽ അയാൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് പ്രശ്നം.